നമുക്കിന്നൊരു അഫ്ഗാനി സൽവാർ പാൻറ് റെഡിയാക്കിയാലോ. ബോട്ടം ക്ലോത്ത് 4 മടക്കിയതിന് ശേഷം 2 ഇഞ്ച് മുകളിൽ നിന്നും ഇതേപോലെ അടയാളപ്പെടുത്തണം. നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹിപ്പ് റൗണ്ട് ഹരണം 4 + 2.5 ഇഞ്ച്, ഇതാണ് ഇതിന്റെ അളവ് വരുന്നത്. മുകളിൽ നിന്നും താഴേക്കും സൈഡിലേക്കും ഒക്കെ 12.5 ഇഞ്ച് തന്നെയാണ് ഇതിന്റെ അളവ് വരുന്നത്. ക്രോച്ച് 3 ഇഞ്ച് എടുക്കണ്ട കേട്ടോ. ചുരിദാറിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ 12 ഇഞ്ച് എടുക്കണം. 7 ഇഞ്ചാണെങ്കിൽ അതിന്റെ ഡബിൾ 14 ഇഞ്ച് എടുക്കണം. അങ്ങനെയാണ് ഇതിന്റെ ഫ്രില്ലിന്റെയും കൂടി അളവ് വരുന്നത്. പാന്റിന്റെ താഴത്ത് നമ്മൾ 1 ഇഞ്ചിന്റെ സ്ട്രിപ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കം 1 ഇഞ്ച് കുറച്ച് വേണോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ 3 ഇഞ്ചിന്റെ വിട്ത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ക്രോച്ചേരിയൊക്കെ നമുക്ക് അടിച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. 1 ഇഞ്ചിന്റെ ഇലാസ്റ്റിക്കും കൂടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് 1 ഇഞ്ചിന്റെ കോളർ സ്ട്രിപ്പ് ഞാനിവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു ബീഡിനും കൂടി വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഗാദേഴ്സ് ഇട്ട് കൊടുക്കാം. സ്ട്രിപ്പിന്റെ 14 ഇഞ്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 14 ഇഞ്ച് ആവണ വരെ നമുക്ക് ഗാദേഴ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടിച്ച് ഇതേപോലെ മറിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴ്ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടും. അടുത്ത പ്രാവശ്യം തയ്ക്കുമ്പോൾ പെൻസിൽ ബോട്ട് ഒന്ന് മാറ്റി പിടിച്ചു നോക്കട്ടെ. താഴ്ഭാഗത്ത് അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളി ബോട്ടം നമുക്ക് റെഡിയാക്കി എടുക്കാം.